have our next session. There is building relationship session, and that session will be taken by Firoz Abdullah, founder Zen Z Adventure Tours Dubai UAE. I request him to come onto the stage for his presentation. Good morning. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So next we are having another segment here, women in business. നമുക്ക് എപ്പോഴും അറിയാം ബിസിനസ്സിൽ women entrepreneurship എത്രത്തോളം important ആണെന്നും, and the emerging trend, as we had a very detailed discussion about the emerging trend in media. Similarly, we can see a great change in women entrepreneurship. A lot of women are coming up in the business these days, and we have to thank, especially in UAE, and we have to thank the visionary leaders of United Arab Emirates for supporting the women and all nationalities to come forward and do the business in UAE. So to know more about it, to know about the challenges, the changes, the opportunities of women in business, we have 3 dignitaries present here. First, let me welcome Mary Thomas, the founder and managing director of Bin Musa Travels Abu Dhabi. Please put your hands together to welcome Mary Thomas onto the stage, please. Next, let me welcome Ms. Sumaya Zain from Hallmark Group of Companies, Dubai. Please. Next we have on stage is Ms. Sheila Paul, a social worker and another entrepreneur in Dubai. Let me welcome Ms. Simi again. Thank you so much, Firoz. Thank you so much. We'll be discussing about women in business, advantages, challenges, and opportunities. The question itself is in the heading, women in business, since you people are business magnets. What are the challenges that you face as a woman? And that's the first question, okay? The challenges. We'll start with the challenges, then we'll come up with the solutions, right? So, Ms. Mary Thomas, can we start with you? First of all, ആദ്യമായിട്ട് എന്നെ ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇതിൽ പങ്കെടുപ്പിക്കുന്നതിന് മിസ്റ്റർ റഫീഖിനോടുള്ള നന്ദി. നിങ്ങളിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് മേരി തോമസ്, നിങ്ങൾ കേട്ടു. ഞാൻ ബിൻമൂസ ട്രാവലിൻ്റെ ഫൗണ്ടർ മാനേജിങ് ഡയറക്ടറാണ്. 48 വർഷമായിട്ട് അബുദാബിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് 1976 ഞാൻ അബുദാബിയിൽ കല്യാണം കഴിച്ചതിന് ശേഷം എത്തിയതാണ്. 35 വർഷമായി ഞങ്ങളുടെ ട്രാവൽ ഏജൻസി പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയത് 1989. ആ സമയത്ത് ഇപ്പോൾ ചോദിച്ചില്ല ചലഞ്ചസ്. ഈ ചലഞ്ചസ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫേസ് ചെയ്തിരുന്നത്. ഒരു സ്ത്രീ ബിസിനസ് രംഗത്തേക്ക് വരിക എന്ന് പറയുന്നത് പോയിട്ട് നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം, ഞാനന്ന് ലേഡീസ് വിങ്ങിൻ്റെ മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു 5 വർഷം. ഒരു ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ സാരിയൊക്കെ ഇട്ട് വേഷം കെട്ടി നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു കാലമായിരുന്നു ഞാൻ വന്ന കാലം. അന്ന് അതിന് പകരമായിട്ട് ഡയറക്റ്റായിട്ട് സ്റ്റേജിലൊക്കെ കയറി ഞങ്ങൾക്ക് തന്നെ നമ്മൾക്കൊരു ഡ്രാമാറ്റിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നാടക ഗ്രൂപ്പ്, മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തി ആദ്യ കാലഘട്ടം, അതായത് 76, 77, 78, 79, നിങ്ങളൊക്കെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ സമയത്ത്. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളത് പ്രവർത്തനം. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ബിസിനസ് ആരംഭിച്ചത്. അപ്പോൾ ഒരു ബിസിനസ് ആരംഭിച്ചപ്പോൾ അതിൻ്റെ ചലഞ്ചെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ അത് ആയിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം എനിക്ക് അങ്ങനെ നമ്മൾ ഈ രാജ്യത്തായതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്. എനിക്ക് ഈ രാജ്യത്ത് ഒരു തരത്തിലും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും
ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് ചലഞ്ച്, അത് നമ്മൾക്ക് ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു, ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടല്ല അത്. ഒരു വനിത, ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഒരു സ്ത്രീ രംഗത്തേക്ക്, ബിസിനസ് രംഗത്തേക്കോ ഒരു ഓഫീസിലോ പോകുമ്പം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചലഞ്ച് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്. അതാണ് ഏറ്റവും, ഒരു സ്ത്രീയുടെ ഏറ്റവും ആദ്യമായിട്ട് നമുക്കൊരു വീടാണ് നോക്കേണ്ടത്. വീട്ടിലെ കാര്യം എല്ലാം നോക്കണം, ഓഫീസിലെ കാര്യം എല്ലാം നോക്കണം, ബാക്കിയായിട്ടുള്ള സോഷ്യൽ വർക്കും. ഇത് 3 കാര്യം കൂടെ ഒരുമിച്ച് കൊണ്ടുക എന്ന ഒരു ചലഞ്ച്, അതായിരുന്നു മോളെ ഞാൻ എടുത്തിരുന്ന ചേഞ്ച്. ആ ചലഞ്ച് ഇപ്പോഴും നിങ്ങൾക്കൊക്കെ ഉണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞ് അവതരിപ്പിച്ചു എന്നാണ്. ഇവൻ ചലഞ്ചായിട്ട് തോന്നിയില്ല കേട്ടോ, കേട്ടിരുന്നപ്പോൾ. ചലഞ്ചായിട്ട് എടുക്കാതെ ചെയ്തു എന്നുള്ളത്, അതായത് 24 മണിക്കൂറിൽ 20 മണിക്കൂറും ജോലി ചെയ്ത്. You didn't forget to mention about this country. Yes. UAE, the എനിക്ക് support കിട്ടിയ that support. they Yes. give to the women out here ഒരു is ബുദ്ധിമുട്ടും amazing. I think we are so thankful to the UAE government. Yes. Right. സുമയ്യ വളരെ യങ് ആയിട്ടാണ് മനസ്സിലായത്, യങ് ബിസിനസ് ഓണറാണ്. അപ്പോൾ what do you feel? First of all, thank you very much, Master Vishen, for having me here, and I'm very happy to share the stage with Along with them, yes. very experienced people. Very true. Yeah. Okay. Even I second her. In being in UAE, you cannot say you are facing some challenges since you are a woman. I mean, you cannot say that. I mean, here more than 18% of the total entrepreneurs are women, and out of that, really? yes, out of the 77% are below 40. Oh, So, wow. yeah. So there is a chance for me to start a business. Exactly. Yeah. So that is. So this is the country. This is the only country I will say in the world that support women a lot for women entrepreneurship. So there are not many challenges, only opportunities for us. As she said, the main challenge is being a mother. So when you are a mother, the main your priority is always your children. You have to take care of your children, you have to take care of the business, the commitments with the clients, so that is there. So that is our main challenge is that, to take care of the family and, to take care of your aging parents. And except that, it is all fine. Yeah, so they're like, when you know what are the things that you faced in your journey, right? Exactly. Yes. Coming to Ms. Sheila Paul, author, poet and writer, I have a question to you that I think you will be the right person to answer that. What advice would you give it to women looking to break into male-dominated industries or leadership positions? Feminism. I hate feminism. Oh, really? I am not a feminist. I think that destroying this era, I think so. ആണല്ലേ? അതായത് ഞാൻ ചോദിക്കുന്ന, ഇപ്പം നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ആണുങ്ങളാണ് എല്ലാ ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നലുണ്ടാകും അല്ലേ? അതില് ഈ സ്ത്രീകൾ എങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്ത് മുന്നേറാൻ സാധിക്കുന്നത് എന്ന് മാമിന് തോന്നുന്നു? പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 40 വർഷമാകുന്നു ഇവിടെ. ഞങ്ങളുടെ കാലത്തെ ഏത് കാലത്തും പുരുഷന് റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു വീടും ഒരു സൊസൈറ്റി ശരിയാവത്തില്ല. ആദ്യം പുരുഷനെ റെസ്പെക്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അനുസരണമില്ല? ഇന്ന് എത്ര വേഴ്സായിരിക്കുന്നതെന്നറിയാമോ? എൻലൈറ്റൻമെൻറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് 30 വർഷം മുൻപ് ഞാനൊരു പ്രോഗ്രാം തുടങ്ങി. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അടുത്ത പ്രോഗ്രാം ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുക. കാരണം എൻ്റെ കൂടെ വരുന്ന ഡോക്ടേഴ്സുണ്ട്. അവർ പറയും, ഷീല നമ്മൾ കുറച്ച് നാളായല്ലോ എന്ന് പറയും. കാരണം ഡോക്ടേഴ്സിന് നല്ല കൊയ്ത്താണ്. പക്ഷേ കൂടുതൽ പേരും അങ്ങോട്ട് പോകാൻ പണമില്ല. അവർ വാങ്ങിക്കുന്ന 1000 dirhams ആണ് കൺസൾട്ടേഷൻ ഫീ. ഞാൻ അവരുടെ കാല് പിടിക്കും, നിങ്ങൾ കുറച്ച്. കാരണം അവർക്ക് ചിലർക്ക് പിൽസ് വേണ്ടവരുണ്ട്. മനസ്സിലായോ?
ചിലർക്ക് മരുന്നെടുത്തേ മതിയാവും, കൗൺസിലിംഗ് മാത്രമായാൽ ശരിയാവില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവസാനം എൻ്റെ ഹസ്ബൻഡ് തമാശന് പറയും, എൻലൈറ്റൻമെൻറ്റ് ഓഫ് ലൈഫ് നടത്തി എൻ്റെ ലൈഫിൻ്റെ ലൈറ്റുകൾ കളയുമെന്ന്. കാരണം നമ്മളും ഇവരുടെ കൂടെ പോവുകയാണ്. നിങ്ങൾക്കറിയില്ല, പണത്തിൻ്റെ കിലുകിലാരവത്തിൽ അവനവൻ്റെ സ്ഥിതി മറന്നു പോകുന്നു. ആരാണ്? എല്ലാവരും ഹ്യൂമൻ ബീയിങ്സാണ്. ഞാൻ നോക്കിയിട്ട് ശിവപാർവതി ബന്ധം എന്ന് പറയുന്ന പോലെ അർദ്ധനാരീശ്വര സങ്കല്പം, ആ സങ്കല്പമല്ലേ കറക്റ്റ്? ഭർത്താവിൻ്റെ പാതി തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പം എനിക്കിന്ന് മാം പറയുന്നത് രണ്ടുപേരും ഒരുപോലെ ബിസിനസ്സിലേക്ക് ഒരുപോലെ മുന്നേറാൻ സാധിക്കുന്നല്ല, ജീവിതത്തിലും ബിസിനസ്സിലും അങ്ങ് ലാസ്റ്റ് മൂമെന്റ് വരെ അവർ കൈ പിടിച്ച് പോവുക. അവർ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തുമാത്രം ജീവിതങ്ങൾ അവിടെ തകർന്നടിയുന്നത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളുടെ അടുത്ത് ഇടയിൽ ആണ് കൂടുതൽ ഡൈവോഴ്സും. പണ്ട് ഇംഗ്ലീഷുകാരാന്ന് പറഞ്ഞല്ല, ഇതിന് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഞാൻ കൊടുക്കുന്നത്, ഇത് റെസ്പോൺസിബിൾ ആകുന്ന ഈ പേരൻസ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നതാണ്. പേരൻസ് സ്വന്തം മക്കളുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട്. Okay, very, very true. So coming back to women in business, advantages, some challenges, some opportunities ne kurichu njan paranju. So what are the opportunities നമുക്കുള്ളത്? ഇപ്പോൾ ഈ ബിസിനസ് ഫീൽഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ഇപ്പം എനിക്കൊന്നും അറിയത്തില്ല ബിസിനസ്സിനെ കുറിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളത് എന്തായിരിക്കും എനിക്കൊരു അഡ്വൈസ് തരുന്നത്? സുമയ്യ. Okay, one of the thing, when you're in business, it is totally different from an employee perspective. Okay, that is totally different. For example, the leadership means you should have masculine traits as well, like decisiveness, assertiveness. Those kind of strength, confidence. These are all required when you are a business leader. Okay. But when you have those qualities, people will not like you. In business, likability is very important. People should like you. Then only they will give you business. Okay, so we need to have that type of a traits that people should like us. Both. That's a challenge as well. Being likable and same time we are having the leadership qualities, the traits, the masculine traits also we should have. But people expect women to be kind, nurturing, nice, So being in the top position, it's not always possible to be having those kind of masculine traits. We should, both should be there. That's a challenge. You should be likable, then only you will get business. And then you cannot be likable all the time. You should be. What about the skills part? If you have the skills to deal with it? Yes, that's where, when you are having a professional in business, like a doctor, and like I'm a chartered accountant. So then you provide value addition to the people. People come to us for value addition, for getting advisory services. So that is totally different. That's where, the education and the experience is important. When you are able to provide service, people will come to us, and as you said, it's right. Yes, the skills is important. Okay. We have to, acquire a lot of skills. The woman should acquire a lot of skills. We should keep on learning. The learning should never stop since we have mother having kids, but our learning should never stop. So business aanennu paranjalum our learning should continue to. Yeah, now there are a lot of AI and everything. We should keep on update ourselves. Yeah. Okay, that's a good valid point. Coming to ma'am again. So ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ദറ്റ് ഹാപ്പൻ ടു യുവർ ലൈഫ്? എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കൊരു മാറ്റങ്ങൾ വന്നത് ജീവിതത്തിൽ? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെത് ട്രാവൽ ഏജൻസി ബിസിനസ്സാണ്. നമ്മൾ ട്രാവൽ ഏജൻസി ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ആളുകളെ, അതായത് ദിവസവും പുതിയതായിട്ട് ആളുകളെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു മിനിറ്റ് പോലും ജീവിതത്തിൽ തിരിച്ച് കിട്ടില്ല സ്വന്തമായിട്ട്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഒരു വിമാന ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു പാക്കേജ് ടൂറോ വിസിറ്റ് വിസയോ എന്തെങ്കിലും കൊടുക്കുക എന്നതിലുപരി ഞങ്ങൾ ഈ 35 വർഷത്തെ സേവനം എന്ന് പറയുമ്പോൾ എൻ്റെ ഓഫീസ് എനിക്ക് ഇത്രയും ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയത് നമ്മൾക്കൊരു 3 മോട്ടോസ് ഉണ്ടായിരുന്നു. അതായത് ഒന്ന്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ഇപ്പോൾ ഏത് ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും, ഇപ്പം പറഞ്ഞല്ലോ എന്നോട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ബിസിനസ് നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിലും അതിലൊരു സത്യസന്ധത എപ്പോഴും ഉണ്ടാവണം.
അത് നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാനൊരു കരിസ്മാറ്റിക് വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്നിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ സാധാരണ ആണുങ്ങൾ ബിസിനസ്സിൻ്റെ മുകളിലിരിക്കുന്നു, അവർക്കൊരു ചിട്ടയുണ്ട്, 9 മണി 8 മണി കൃത്യം വന്നില്ലെങ്കിൽ നിൻ്റെ ഒരു ദിവസത്തെ സാലറി കട്ട് ചെയ്യും. അവളുടെ കൊച്ചിന് വയ്യാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ഈ ഒത്തിരി അല്ലെങ്കിൽ അങ്ങേർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. ഇതൊന്നും ഓഫീസിൽ പറ്റില്ല. ഓഫീസ്, വീട് അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ഓഫീസ് തുടങ്ങിയത്. ഈവൻ എൻ്റെ പാർട്ട്ണർ, ഞങ്ങൾ 2 പേര് തുടങ്ങിയിട്ട് പോലും അദ്ദേഹം ഇതിങ്ങനെ ഞാൻ ബിസിനസ് ഒരു വീടാക്കി, വീട് പോലെ നടത്തി എന്നുള്ളതായിരുന്നു എൻ്റെ പേരിലുള്ള ഒരു പരാതി. പക്ഷേ ആ പരാതി ഒന്നിൻ്റെ പുറത്താണ് ഞാൻ ഈ 35 വർഷം ഈ ഒരേ ബിസിനസ് എനിക്കൊരു അവാർഡ്, വേൾഡ് റെക്കോർഡ് അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് ഒരേ ഓഫീസിൽ, ഒരേ സ്ഥലത്ത്, ഒരേ ചെയറിൽ 35 വർഷം ഈ ട്രാവൽ ബിസിനസ് ഞാൻ നടത്തി എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു, അതൊരു വലിയ കാര്യമാണ്. കാരണം 35 വർഷവും ഒരു കസേരയിൽ ഞാനിരുന്നു, ഓരോ ഓഫീസ്, ഒരു കൺട്രി, ഒരു സ്ഥലത്തോട്ട് ഞാൻ മാറിയില്ല. പക്ഷേ അത് നടന്നു എന്ന് പറയുന്നത് ഞങ്ങൾ പല മോട്ടിവേഷൻ ടോക്സിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ പറയും, കരിസ്മാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിങ് എ ബിസിനസ് ഇസ് വെരി ഡിഫിക്കൽട്ട്, ബട്ട് ഫോർ മീ ദാറ്റ് ഇസ് വൺ ഓഫ് ദ അഡ്വൈസ്. ലൈക്ക് നമ്മളൊരു വീട് എങ്ങനെ നടത്തുക, വീട്ടിൽ നമ്മളെല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തും, ഹസ്ബൻഡ്, മക്കൾ, അവരെല്ലാവരും ചേർത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ ഒപ്പം നമ്മളുടെ ജോലിയും ബിസിനസ്സും നടക്കുമ്പോഴാണ് ഒരു സ്ത്രീ വിജയിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ഓഫീസിൽ വരുന്ന ഒത്തിരി കുട്ടികളെ ഞാൻ കാണാറുണ്ട്. മോളെ എന്ത് ചെയ്യുന്നു, ഇന്ന ഓഫീസിൽ ഇന്ന വർക്കിൽ വലിയ പൊസിഷനിലായിരിക്കും. ഫാമിലി ആൻറ്റി ഒന്നെങ്കിലും ചേച്ചി ഡൈവേഴ്സ്ഡ് ആണ്. അത് കേൾക്കുമ്പോൾ ഡൈവേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ മാറി താമസിക്കുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഇത് കേൾക്കുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള, ഇപ്പോൾ ഷീലമാൻ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലുള്ളവർക്ക് സങ്കടം. കാരണം ഞങ്ങളൊക്കെ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നല്ല, രാത്രി 12-12:30 വരെ അക്കൗണ്ട്സ് നോക്കി ക്യാഷ് ടാലി ചെയ്ത് വീട്ടിലെ കുക്കിങ്, ക്ലീനിങ്, കുഞ്ഞുങ്ങളുടെ കാര്യം, ഹോസ്പിറ്റലൈസ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുഖമില്ലാത്തതാണെങ്കിൽ ഇത് മുഴുവനും ഈ ഒരൊറ്റ ആളാണ് ഒരു വീട്ടിൽ നടത്തുന്നത്. ഹസ്ബൻഡിന് അദ്ദേഹത്തിൻ്റെ ജോലി ഉണ്ടാവും, ബാക്കി ഒരു വീട്. ആരും പറഞ്ഞിട്ടല്ലല്ലോ നീ ജോലിക്ക് പോകുന്നത്, നിൻ്റെ ഇഷ്ടം. അപ്പോൾ ബാക്കി റെസ്പോൺസിബിലിറ്റിയൊക്കെ ഞങ്ങൾക്ക് തന്നെ, നമുക്ക് തന്നെയാണ്. നമ്മളൊരു ജോലി, അതേസമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ജോലിക്ക് ആളെ കിട്ടും. അത് നമുക്കൊരു വിസ പോലും കിട്ടില്ല, വീട്ടിലൊരു ജോലിക്ക് ഒരാളെ കിട്ടില്ല. 30 വർഷവും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതിനിടയ്ക്ക് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനും. പക്ഷേ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴാണ് മുമ്പ് ചോദിച്ച പോലെ നമ്മൾക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നതും. ഞങ്ങൾ ഏഷ്യനെറ്റ് റേഡിയോയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബിൻമൂസ സഞ്ചാരി. ഈ റേഡിയോ പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. എവ്രി ഡേ ഞാൻ ഇത് എങ്ങനെയാണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് തുടങ്ങുന്നിടം മുതൽ, അതായത് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ട്രാവൽ ഏജൻസി തുടങ്ങിയത്. ലേബർ ക്യാമ്പിൽ ആളുകളുടെ അടുത്ത് ആരെങ്കിലും കമ്പ്യൂട്ടറും കൊണ്ട് ചെല്ലും, ഇതാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു കടലാസ് കൊടുക്കും. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ടിക്കറ്റ് കാണത്തില്ല. പിന്നെ അവരെ നോക്കാൻ ആരുമില്ലായിരുന്നു. എൻ്റെ ഓഫീസ് ഞാൻ തുടങ്ങിയപ്പം ഒരേ ഒരു കണ്ടീഷനായിരുന്നു, ഒരാളുടെ കയ്യിൽ നിന്ന് വിസയ്ക്ക് കാശ് വാങ്ങിക്കത്തില്ല. ഈ ഓഫീസിൻ്റെ ഡോറ് തുറന്നു കിടക്കും, ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വന്നാൽ അവർക്ക് നമ്മളൊരു സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു സന്തോഷം. ആ സന്തോഷമാണ് ഞാൻ എപ്പോഴും പറയും, സൂട്ട് കോട്ടൊക്കെ ഇട്ട് വരുമ്പോൾ അവർ ആർഗ്യൂ ചെയ്യും, ഡിസ്കൗണ്ട് കൊടുക്കാൻ പറയും. പക്ഷേ ഞങ്ങൾ പറയുന്ന ഫെയർ, അപ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷൻ ഇതേ ഉള്ളൂ. ഞാനൊരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കാറില്ല. നമ്മൾക്ക് കുറച്ച് ഇത് സംസാരിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും, അവരുടെ ക്വാളിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും, എക്സ്പീരിയൻസ്. ഒറ്റ ഇൻസ്ട്രക്ഷൻ, ഇവിടെ വരുന്ന ഒരാൾ പോലും നമ്മൾ നന്നായില്ലാതെ നമ്മുടെ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യുക. എൻ്റെ വീട്ടിൽ ഞാനെങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മക്കളോട് എങ്ങനെ പെരുമാറും, എൻ്റെ വീട്ടിൽ അതേപോലെ നമ്മൾ നോക്കി, അവരുടെ ആവശ്യം നിൻ്റെ ആവശ്യമാണ്, ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആ ഒരൊറ്റ കാര്യമാണ് ഞങ്ങളുടെ ഓഫീസിനെ ട്രസ്റ്റ് വർത്തി ഒരു ഓഫീസായിട്ട് ഈ 35 വർഷവും
ഒരേപോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഐ നെവർ ഗോൺ ഡൗൺ. ആ ഒരു കാര്യമാണ് മോളെ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, സത്യസന്ധത. പിന്നെ രണ്ടാമത് നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ഹോംലി രീതി, നമ്മളെ ഹാൻഡ്ലിങ് വേയിൽ ഡിഫറൻസ് ഉണ്ട്. അതെല്ലാ ബിസിനസ്സിനും നടക്കുമെന്ന് എനിക്കറിയില്ല, അത് പറ്റുമോയെന്നും അറിയില്ല. പക്ഷേ ഓരോ ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. പക്ഷേ തീർച്ചയായിട്ടും എ കരിസ്മാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിങ് തിങ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ആൻഡ് അതാണ് എൻ്റെ ഒരു സക്സസിൻ്റെ ബിഹൈൻഡ്. പിന്നെ എൻ്റെ സ്റ്റാഫ്. ബ്രില്യൻറ്റ് ആൻസർ. ഇനി മാമിനോടാണ് കമ്മിങ് ബാക്ക് ടു ഷീല പോൾ മാം. മാം, ഇപ്പം ഒത്തിരി സ്ത്രീകൾ ഇപ്പോൾ ഇപ്പോൾ ജോലി പറഞ്ഞ എഞ്ചിനീയറും ഡോക്ടറും അല്ലാതെ ചിന്തിക്കുന്നവർ, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വെക്കണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്ന് തോന്നുന്നു? അത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് പരിണാമം ആവശ്യമാണ്. അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ജീവിതം ഈസിയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഏത് പരിണാമം വന്നാലും അത് മൂല്യങ്ങളെ ഹനിക്കാത്തതായിരിക്കണം, എന്നാൽ യുക്തിപരമായിരിക്കണം, അത് സമൂഹത്തിന് ഗുണപ്പെടുന്നതായിരിക്കണം. അപ്പം ഇപ്പം പലർക്കും കുക്ക് ചെയ്യാനൊക്കെ നേരമില്ല. ആ ഇതിൽ ഇപ്പം ഭക്ഷണത്തിൻ്റെ ഇത് തുടങ്ങിയാൽ ഓക്കെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. പിന്നെ നല്ല ഡ്രസ്സുകൾ, നമുക്ക് കോൺഫിഡൻസ്, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഓരോരുത്തരുടെയും ബോഡിക്കനുസരിച്ച് അതിന് അനുരൂപമായ വസ്ത്രങ്ങൾ, അതിപ്പം ബൊട്ടിക്ക് അതുപോലുള്ളതൊക്കെ തുടങ്ങിയാൽ അത് നന്നായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം ഏതിനാണ് ഇവിടെ ഏറ്റവും ആവശ്യം, അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചിന്തിക്കണം. പിന്നെ ഇപ്പം IT-യുടെ രംഗത്ത് ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ വലിയ ആളുമൊക്കെ സ്റ്റേറ്റ്സിൽ നിന്ന് അവർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നു. അപ്പോൾ IT രംഗത്ത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ വിചാരിച്ച് നോക്കിയാൽ യൂട്യൂബ് അതുപോലുള്ള ഇതിൽ ഒത്തിരി ചാൻസ് ഉണ്ട്. മീഡിയക്കാരെ ഞാൻ ഗുസ്തി കൂടി, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ബിസിനസ് സംസാരിക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അനുഭവം ഗുരു എന്നാണ്. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നിശ്ചയിച്ചു. പുള്ളി ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ബാങ്കിലൊന്ന് കയറി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചവരാണ്. അപ്പോൾ കല്യാണം ഉറപ്പിക്കുമ്പം എന്നോട് ചോദിച്ചു, നമുക്ക് ജോലിക്ക് പോകണ്ട, ബിസിനസ്സിലേക്ക് കടക്കുക, നീ എന്തോ പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദറും പറഞ്ഞു എന്നാൽ ഞാനും കൂടാന്ന് പറഞ്ഞു. ഞാനും അവനും പ്രൊഡക്ഷനിൽ, പുള്ളിക്കാരൻ മാർക്കറ്റിങ്ങിൽ, പുള്ളിക്കാരൻ്റെ ചില റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആന്ധ്രയൊക്കെ ആയിരുന്നു. ട്രെഡ് റബ്ബർ MRFൻ്റെ സെയിം പ്രോഡക്റ്റാണ്. അത് ആലപ്പുഴ കോട്ടയം ലാർജ് സ്കെയിൽ യൂണിറ്റ് പണിതു. പക്ഷേ അതിന് ഞങ്ങൾക്ക് കറണ്ട് തന്നില്ല. ലാർജ് സ്കെയിൽ യൂണിറ്റിന് അപ്പോൾ കറണ്ട് കിട്ടാൻ വലിയ പാടായിരുന്നു ആ ടൈം. അതുകൊണ്ട് ഞങ്ങൾ മലപ്പുറം ഇതുപോലൊരു ഫാക്ടറി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും പ്രൊഡക്ഷനിൽ സാധനം തികയാതെ വന്നു. അങ്ങനെ ചുരുക്കത്തിൽ 3 വർഷം കൊണ്ട് ഞങ്ങൾ പിള്ളേരെന്നാണ് അവർ പറയുന്നത്, മലപ്പുറക്കാർ. ഈ പിള്ളേർ എന്തൊരു പിള്ളേരാണെന്ന് ചോദിക്കുകയായിരുന്നു. ഞങ്ങൾ കത്തിക്കയറി. എനിക്ക് 4 ബിസിനസ്, പുള്ളിക്ക് 8 ബിസിനസ് ഉണ്ടാക്കുകയായിരുന്നു ഞങ്ങളുടെ പണി. അവസാനം ഒരു 4-5 വർഷത്തിനകം മാർക്കറ്റിങ്ങിലുള്ളവർ തമ്മിൽ ഭയങ്കര വഴക്കായി ആന്ധ്രയിൽ. പ്രത്യേകിച്ച് റിലേറ്റീവ്സും കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫെഡപ്പായി. ഞങ്ങൾ മെയിൻ ബിസിനസ് ഉപേക്ഷിച്ച്. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സുകാരൊക്കെ പിന്നാലെയായിരുന്നു. ഭയങ്കര കാശായിരുന്നു, മനസ്സിലായോ. രാത്രി പ്രൊഡക്ഷൻ നടക്കുമ്പോഴും ഇവരെത്തും. ഇവരത്തെ ആ ശല്യവും ഉണ്ടായിരുന്നു. എല്ലാ ശല്യവും കൂടെ ആയപ്പോൾ ഞങ്ങൾ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ടേക്ക് വണ്ടി കയറി. CA എന്നൊരു സർട്ടിഫിക്കറ്റ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് 1ാം തരമായിട്ടൊരു 10 വർഷം ഇവിടെ അങ്ങ് പണിയെടുത്തു. ഞാൻ പിള്ളേരെയൊക്കെ നോക്കി ഞാൻ വീട്ടിലിരുന്നു. എൻ്റെ കസിൻസ് അന്ന് ഇവിടെ നാഷണൽ ബാങ്ക് ഓഫ് ദുബൈയിൽ
വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള നീയാന്നോ ഇവിടെ വീട്ടിൽ ഇരിക്കുന്നത്, നീ വന്ന് ജോലി ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ വിട്ടില്ല, പിള്ളേരെ വളർത്തണം. ഞാനത് ഓർത്തു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ പറ്റി. പിന്നെയാണ് AAA എന്ന സ്ഥാപനം തുടങ്ങുന്നത്. അത് തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രാരംഭ ദശയിലെല്ലാം ഞാനുണ്ടായിരുന്നു. ഇപ്പോഴും എന്നെ കൊണ്ടുവന്ന് കോൾ സെൻറ്ററിലിട്ട് അവിടെ വർക്ക് ചെയ്യും, മാർക്കറ്റിങ്ങിലിട്ട് അവിടെ വർക്ക് ചെയ്യും, ഓപ്പറേഷന് വേണ്ടി അവിടെയും വർക്ക് ചെയ്യും. ഇപ്പോഴും ഞാൻ പോകും. ഇപ്പം എനിക്ക് കൊച്ചുമക്കളായി. അപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ നോക്കാൻ ഞാൻ ഇരിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ടായി, 13 വയസ്സ് തൊട്ട് ഞാൻ എഴുതുമായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഒറ്റ കരാറേ ഉള്ളായിരുന്നു, എൻ്റെ കലയും സാഹിത്യവും എടുക്കരുത്. എന്നെ പണക്കാരിയാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നെ പട്ടിണിക്കിടരുതെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ പട്ടിണി കിടക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ തയ്യാറാണ്. ഇതൊന്നും പറഞ്ഞില്ല, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. കാരണം ഇവരോട് ഞാൻ അതാ ചോദിച്ചേ, ഇവർ സർഗാത്മക പ്രതിഭ, സർഗം എന്ന് പറഞ്ഞ റിഡംഷൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇവരോട് ഗുസ്തി കൂടി എന്നോട് ക്ഷമിക്കണം. എൻ്റെ അനുഭവമാണ് എൻ്റെ ഗുരു. പിള്ളേരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഇത് നിത്യമാണ്. അന്ന് ഈ വേദികൾ എന്നെ ഏറ്റെടുത്തു. അന്ന് തൊട്ട് ഞാനിപ്പോൾ ആരോടോ പറഞ്ഞു, വയസ്സ് എന്നിട്ടും ഇപ്പോഴാണ് ചേച്ചിക്ക് ഒട്ടും വീട്ടിലിരിക്കേണ്ട അടുത്തെന്ന്. ഇന്ന് രാത്രി വരെയും എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അത് അക്കാഫ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ ഹസ്ബൻഡ്. അവിടെ ഞങ്ങൾ രണ്ടുപേരും അമ്മയും അപ്പനെയും പോലെ. ഈ പുറത്തുനിന്ന് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അവരോർക്ക് എന്താ ഇവരിങ്ങനെ ഗുസ്തി കൂടുന്നു. അതൊരു കൂട്ടുകുടുംബമാണ്. ഞങ്ങൾ മലയാളികളുടെ കൂട്ടുകുടുംബമാണ് അവിടെ. ഞങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ചേട്ടൻ്റെയും ചേച്ചിയുടെയും സ്ഥാനത്ത് അവിടെ എന്ത് കാര്യമുണ്ടായാലും അവരോടി വന്ന് നെഞ്ചോട് ചേരും തീർച്ചയായിട്ടും എന്നുള്ളതാണ്. അതാണ് എൻ്റെ തീർച്ചയായിട്ടും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ അനുഭവ സമ്പത്താണ് തീർച്ചയായിട്ടും ഞങ്ങളും കേൾക്കാനായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞാണെങ്കിലും ഈവൻ സുമയ പറഞ്ഞതിലാണെങ്കിലും ഷീല ചേച്ചി പറഞ്ഞതിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അത്രയും അനുഭവങ്ങളുണ്ട്. ഇപ്പം ഒത്തിരി പേര് ബിസിനസ് രംഗത്തേക്ക് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ എന്ന് വളരെ അധികം ആൾക്കാരുണ്ട്. എന്നാൽ എവിടെയോ ഒരു പേടിയോ, ഈ പറഞ്ഞ എത്ര ജെൻഡർ ഇക്വാലിറ്റി പറഞ്ഞാലും, ഐ ഡോണ്ട് നോ വെദർ ഐ എം എ ഫെമിനിസ്റ്റ് ഓർ നോട്ട്, ബട്ട് വെൻ വി ടോക്ക് അബൌട്ട് ജെൻഡർ ഇക്വാലിറ്റി we are still scared in somehow that we need a support. എനിക്കൊരു ഇപ്പോൾ ചേച്ചി പറഞ്ഞപ്പോഴാണെങ്കിലും ഹസ്ബൻഡ് സമ്മതിച്ചു, ഹസ്ബൻഡ് കൂടെ നിർത്തി എന്നൊക്കെ ഒരു വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്കൊരു സമ്മതം വേണം, അല്ലെങ്കിൽ നമുക്കൊരു സഹായം ഉണ്ടെങ്കിൽ. ഇത് ഞാൻ എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ, ഇതിനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെയെങ്കിലും ഇവൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ 2 കുട്ടികൾക്ക് ഞാൻ അവരുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ ലൈക്ക് ചേച്ചി സൈഡ് എനിക്കും വീട്ടിൽ സഹായിക്കാൻ ആളുള്ളത് കൊണ്ട് ഞാൻ എല്ലാം ക്രമീകരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്. ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ ജേർണിയിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ഒരു ബിസിനസ് ഉടമ മാത്രമല്ല, എല്ലാവർക്കും ഒരു അമ്മയായി നിൽക്കുന്നു. ഇപ്പോൾ ചേച്ചി അത് മെൻഷൻ ചെയ്തു, ഞാൻ അവരുടെ അമ്മയാണ്, ഞാൻ ചേച്ചിയാണ്. നമ്മൾ കാണുന്ന ഒരു പുരുഷൻ്റെ രീതിയിൽ വ്യൂ പോയിന്റിൽ നമ്മൾ കാണുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈവൻ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് മത്സരം നടക്കുന്ന ഈ ഒരു ലോകത്ത് അത്ര എളുപ്പമാണോ ഒരു ബിസിനസ് തുടങ്ങാൻ എന്നാണ് എൻ്റെ ചോദ്യം. അത് കഴിഞ്ഞ് നമുക്ക് ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വളരെ എളുപ്പമാണോ നമുക്ക് ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് കയറി നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ? തീർച്ചയായിട്ടും. കാരണം രണ്ടുപേരും കൈകോർത്ത് നിൽക്കണം. ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ സ്ത്രീകൾ കുറവാണ്. ഇവിടെ പിണങ്ങി വന്ന് ഒറ്റയ്ക്ക് ഓരോ സംരംഭങ്ങളും തുടങ്ങാൻ ശ്രമിക്കുന്നവരുണ്ട്. ഞാൻ നോക്കിയിട്ട് ചിലതെല്ലാം വിജയിക്കുമായിരിക്കും, അവരത്രയും സ്ട്രോങ് ആണെങ്കിൽ. പക്ഷേ ഇന്ന് ഒറ്റപ്പെടുന്ന സ്ത്രീകൾ കൂടുതലും പരാജയപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഞാനത് പറയാനായിട്ട് എൻ്റെ സംസ്കാരം സമ്മതിക്കുന്നില്ല. കാരണം അത്രമാത്രം ഇവർ ചാവേറുകളായിട്ട് മാറുകയാണ്. അവരുടെ ചാവേറുകളായിട്ട് മാറുക. അവരോർക്കും അവരെ ഹെൽപ്പ് ചെയ്യാമെന്നും. ഒരിക്കലും ഹെൽപ്പ് ചെയ്യല്ല. എന്നോടൊരു 3 ആഴ്ച മുമ്പ് വളരെ എഡ്യൂക്കേറ്റഡായിട്ട് ഡോക്ടറേറ്റ് എടുത്ത ഒരു സ്ത്രീയെ എനിക്ക് വളരെ കാലങ്ങൾ കൊണ്ടറിയാം. അവരെന്നോട് പറഞ്ഞു, ചേച്ചി
എൻ്റെ സത്യത്തിൽ എൻ്റെ കൂടെ ഒരു പുരുഷൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അവരിതുപോലൊരു സംസാരം എൻ്റെ മുഖത്ത് നോക്കി പറയില്ലായിരുന്നു. 2 പേരെ അവർ കല്യാണം കഴിച്ചു, അവർ നിന്നില്ല. 3 കുട്ടികളുമുണ്ട്, വലിയ കുട്ടികൾ. അവരൊക്കെ അത് അനുഭവിക്കണം. പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ലെങ്കിൽ എന്നിട്ടും അവർ അതായത് ഒരു ഈക്വലായിട്ട് ചിന്തിച്ച് പോകണം. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അത്ര എളുപ്പമാണോ ബിസിനസ് ഇവിടെ തുടങ്ങാൻ? നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എളുപ്പമാണ്. അതിനുള്ള ഫൈനാൻസ് ഉണ്ടാവണം. അതാണ് ആദ്യം ഉള്ളത്. നമുക്ക് ഫൈനാൻസ് വേണം. അതിപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ട് ഒരു ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് നമ്മളറിയില്ല. നമുക്കതിൻ്റെ മൂലധനം ഉണ്ടാവില്ല, അത് പോകുന്നത് എങ്ങനെയാണെന്നും അറിയില്ല. അതുകൊണ്ട് കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ, അല്ല ഇവിടെ ഷീല പറഞ്ഞ പോലെ, ഏത് ബിസിനസ് വേണം എന്നുള്ളത് അവനവൻ തീരുമാനിക്കണം. അത് ഏത് ബിസിനസ്സാണ് ഇപ്പോൾ. അത് പക്ഷേ ഒരു കാര്യം, എനിക്കറിയാവുന്ന ഒരു ബിസിനസ്, എനിക്കിഷ്ടമുള്ളൊരു കാര്യം, അതല്ലാതെ ഞാൻ ജോലിക്കാരെ വെച്ചൊരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നതെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. എനിക്കറിയായിരിക്കണം. ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ 10 ജോലിക്കാർ നാളെ വരില്ല എന്ന് പറഞ്ഞാലും ഐ ഷുഡ് നോ നാളെ ഒരു പാർട്ടി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ടുള്ള തൻ്റെയോ അറിവും എനിക്കുണ്ടാവണം. സെയിം തിങ്. അതുകൊണ്ടാണ് മോളെ പറയുന്നത് ചെറിയ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ ചെറിയ കാര്യം ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങോ വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ വേണ്ട. ഇപ്പോൾ ഓഡിറ്റുണ്ട്, ഇപ്പോൾ എല്ലാ ഫീൽഡിലും എല്ലാ രംഗത്തേക്കും. ഐ വാസ് സോ ഹാപ്പി. ഈ മോള് പറഞ്ഞിട്ട് ഓഡിറ്റ് ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. പക്ഷേ അതൊരു സ്വന്തം ബിസിനസ് സെറ്റപ്പ് ചെയ്ത് ഇത്രയും നല്ല നിലയിലെത്തുക എന്ന് പറയുന്നത് ഒരു ജോക്കല്ല. അത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ഏറ്റവും നല്ലതായിട്ട് നമുക്ക് മനസ്സിൽ നല്ല ക്ഷമയുണ്ടാവണം. അതുപോലെ നമ്മൾക്ക് ഈ സപ്പോർട്ട് ചെയ്യാനുള്ള ചുറ്റും നമ്മളുടെ കുടുംബം ഭദ്രമായിരിക്കണം. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മുഖം ദേഷ്യപ്പെട്ടിരിക്കുന്ന ഭർത്താവോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളോ ഒക്കെ ഉള്ള ഒരു സ്ത്രീക്ക് ആ ബിസിനസ് കംപ്ലീറ്റ്ലി നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ വാശി കൊണ്ട് പറ്റും, പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ടോട് കൂടി ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും മക്കളുടെ സപ്പോർട്ടും ഒക്കെ മോളെ ഒരു ആവശ്യമാണ്. അത് അനാവശ്യമല്ല, അതൊരാവശ്യമാണ്. ആ സപ്പോർട്ടോട് കൂടി തന്നെ ബിസിനസ് തുടങ്ങുക. റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ബാക്കി എല്ലാവരുമായിട്ടും. പിന്നെ ഓരോ ഓഫീസിൽ നല്ല ഡിസിപ്ലിനും ഉണ്ടാവണം. അതേ സമയത്ത് തന്നെ ഭയങ്കര കർക്കശമായിട്ടൊന്നല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്. അത് നമ്മളുടെ വേ ഓഫ് ഡൂയിങ് ഈസ് ഡിഫറെൻറ്റ്. നമ്മൾക്ക് ഒരു പ്രത്യേക രീതിയിൽ ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട് സ്ത്രീകൾക്ക്. ആ രീതി അനുസരിച്ചിട്ട് നന്നായിട്ട് ചെയ്താൽ നന്നായിട്ടൊരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റും. അതുപോലെ ഏത് ഫീൽഡിൽ ചെന്നാലും നമുക്കതിൻ്റെ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് ഈ രാജ്യത്ത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും, നമുക്ക് വേണ്ട സപ്പോർട്ടും ചെയ്യും. ഒരു തരത്തിൽ പോലും എനിക്ക് ഒരു ചലഞ്ചോ ഒരു ബുദ്ധിമുട്ടോ എൻ്റെ ട്രാവൽ ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മളുടെ ട്രാവൽ ഏജൻസിയിലെ സ്റ്റാഫിനോട് ചോദിച്ചാൽ അറിയാം, അവിടുന്ന് പിരിഞ്ഞ് എന്തെങ്കിലും കാരണം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഇന്ന് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ് ഇപ്പോൾ തന്നത്. സുമയ്യയുടെ ഒരു അഭിപ്രായം കൂടെ കേട്ടിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാരണം നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ടാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ആൾ റെഡി ആയിക്കോളൂ. നമുക്ക് സുമയ്യയുടെ ഒരു അഭിപ്രായം കൂടെ കേൾക്കാം. I have the same opinion as them, okay? Because we need family support. Without family support, we can't have it at all. We can't. We need peace. That's it. I mean, they already explained everything. I know. അവരുടെ 3 പേരുടെയും വ്യൂസ് അവർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ ഞാൻ പറയുകയാണ്. നമ്മുടെ ജോലിയിലോട്ട് വരുമ്പോഴേ നമ്മൾ ഏത് ജോലിയും തുടങ്ങുകൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, എഡ്യൂക്കേഷനിൽ കൂടി നമ്മൾ ജോലിക്ക് തയ്യാറാകുകയാണ് ചെയ്യുന്നത്. ആ ജോലിയിൽ കിട്ടുന്ന നമുക്ക് പഠനങ്ങളിൽ കിട്ടുന്നത് ജോലിയിൽ കൂടി. അപ്പം നമ്മുടെ ജോലി ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ 5-10 വർഷം ജോലി ചെയ്തതിന് ശേഷം അവർ ഒരു ബിസിനസ്സിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അപ്പം അങ്ങനെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. നമ്മൾ 20 വയസ്സിൽ ഒരാൾ ജോലിക്ക് കയറുന്നു, 60 വയസ്സ് വരെ ജോലി ചെയ്യാമെന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റിലേ പോകാതെ 5-10 വർഷം ജോലി ചെയ്യുക. ആ ജോലി അതൊരു എക്സ്പീരിയൻസ് ആക്കുക. അതിനുശേഷം
അദ്ദേഹം തന്നെ ഡൈവേർട്ട് ചെയ്ത് 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം ആകേണ്ടതെന്നാണ് ഞാൻ കഴിഞ്ഞ നമ്മുടെ ജേർണലിസ്റ്റുമായിട്ടുള്ള സമയത്ത് പറഞ്ഞത്. അങ്ങനെ ഇപ്പം മാഡമൊക്കെ ഒരു എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്തതിന് ശേഷം വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് നല്ലൊരു രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പം മാഡം എന്ത് CA എൻ്റെ ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞല്ലോ നമുക്ക് ബിസിനസ് ചെയ്താൽ മതിയെന്ന്. കാരണം അതിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം ബിസിനസ്സിൻ്റെ. അപ്പോൾ പൊട്ടൻഷ്യൽ മാതാപിതാക്കൾക്ക് അറിയാത്തത് കൊണ്ട് അവരെപ്പോഴും നമ്മുടെ കുട്ടികളെ നീ പഠിക്കട, പഠിച്ചു കഴിഞ്ഞ് നല്ല ജോലി വേണം, ഇതാണ് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ അറിയുന്നത് ജോലി എന്നുള്ളതാണ് നമ്മുടെ ജീവിത ഉപാധി, അതുകൊണ്ട് പഠിക്കുക, ജോലി ചെയ്യുക എന്നുള്ളത്. ആ ഒരു പൊട്ടൻഷ്യൽ അത് മാറ്റിയിട്ട് നമ്മൾ ജോലി നീ പഠിക്കുക അതൊരു അറിവിന് വേണ്ടി മാത്രമായിരിക്കണം, പക്ഷെ അതൊരു ജീവിത ഉപാധിയല്ല. നീ പഠിച്ച് 5-10 വർഷം ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ധനം നീ ഡൈവേർട്ട് ചെയ്ത് വേറൊരു സ്ഥാപനം ഉണ്ടാക്കുക, നിന്നെപ്പോലെ 10 പേർക്ക് ജോലി കൊടുക്കാനുള്ള പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യനൊന്നും ചോദിക്കാനില്ല. നിങ്ങളുടെ എല്ലാ അച്ചീവ്മെൻറ്റിനും ഞങ്ങളുടെ നന്ദിയും നമസ്കാരം. ഞാനതൊന്ന് കോൺട്രഡിക്റ്റ് ചെയ്തോട്ടെ. കാരണം ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. കുറച്ച് വർഷം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ജോലി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അറിയാവുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നന്നായിട്ട് നടത്താൻ പറ്റും. പക്ഷെ ഞാൻ ഈ രംഗത്തേക്ക് വന്നത് തികച്ചും ആക്സിഡൻ്റലായിരുന്നു. ഞാനൊരു അക്കൗണ്ടൻ്റാണ് ബൈ പ്രൊഫഷൻ. പക്ഷേ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊരു മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ആ ഓഫീസ് വിട്ട് പുതിയൊരു ട്രാവൽ ഏജൻസി തുടങ്ങേണ്ടി വന്നപ്പോൾ എൻ്റെ അനുഭവം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ പാർട്ട്ണറായിട്ട് ചേർന്നിട്ട് തുടങ്ങിയത്. അന്ന് ഞാൻ ചോദിച്ചു, ടിക്കറ്റിങ് ഞാൻ പോയി പഠിക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, ഇവിടെ ഇരുന്ന് ഇവരൊക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൗണ്ടറിൽ കൂട്ടത്തിലിരുന്ന് അവർ ഓരോരുത്തരും ചെയ്യുന്നതും ആളുകളോട് ഇൻറ്ററാക്ട് ചെയ്തും നമ്മൾ ഡയറക്റ്റായിട്ട് സ്വന്തമായിട്ട് നമ്മളെല്ലാം പഠിച്ചു വന്നു. അത് 35 വർഷവും ഈ ഒരേ കാര്യം പഠിച്ചു. അങ്ങനെ വന്ന് ദൈവത്തിൻ്റെ ഒരേ ഒരു കാരുണ്യം മാത്രം, ഒരു നമ്മളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ ഈ വേദിയിൽ ഇവിടെ ഇരിക്കുന്നു. ഈ 35 വർഷവും എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. മേരി തോമസ് മാഡത്തിൻ്റെയും മാഡം ഷീല പോളിൻ്റെയും സുമയ്യ സെയിൻ. സുമയ്യ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ദർശനം തീർച്ചയായിട്ടും കേൾക്കാൻ സാധിച്ചു. ഞാൻ ഇത് സാധാരണ ഒരു സ്ത്രീകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. വെരി സ്ട്രോങ്. ഇതിൽ ഞാൻ വളരെ വിശ്വസിക്കുന്നു. ഒന്ന് ഷീലാപോൾ മാഡം പറഞ്ഞു, ഒരു വീടിൻ്റെ ഹെഡ് പുരുഷനായിരിക്കണം. മേരി മാഡം പറഞ്ഞു കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടും എല്ലാം ദൈവിക വിശ്വാസം, കരിസ്മാറ്റിക് രീതി, ഇതൊക്കെ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങളുടെ ഈ വലിയ, അതുപോലെ തന്നെ ഷീലാപോൾ മാഡം പറഞ്ഞ വളരെ വിശാലമായ അർത്ഥവത്തുള്ള വാക്കുകളാണ്. പരിമാണവും പരിണാമവും ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെങ്കിൽ ഷീ നോ ദ ജോബ്. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിന് ഇനിയും നിങ്ങൾക്ക് ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിലെ കോളേജുകളിലെ ഒക്കെയും ഒരു വിസിറ്റിംഗ് ഡിഗ്നിറ്ററി പ്രൊഫസേഴ്സായിട്ട് പോയിട്ടോ, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല അതെങ്ങനെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ വലിയ നോളജ് ഇന്ന് സമൂഹത്തിലില്ല. ഇന്ന് ആർക്കുമില്ല. മറ്റൊരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എൻ്റെ പോക്കറ്റിൽ വരണമെന്നല്ല. കഷ്ടപ്പെടാൻ ആരും തയ്യാറാണ്. സർ, എനിക്ക് പറയാനുള്ളത്, ഈ 40 വർഷം കൊണ്ട് ഞാൻ ചെയ്യാവുന്ന അത്ര ഈ നാടിന് ചെയ്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു ഒറ്റയാൾ പട്ടാളാണ്. എൻ്റെ പിന്നിൽ എൻ്റെ ഹസ്ബൻഡ് കാണും. അങ്ങനെ ഇപ്പം ഒരു ഏജും കഴിഞ്ഞു. ഇവിടെ വളരെ ക്ലോസായ ഒരുപാട് ഓർഗനൈസേഷൻ, UAE ഓർഗനൈസേഷൻസ് എല്ലാം എന്നെ വിളിക്കും. പിന്നെ എനിക്കുണ്ടായ ഒരു നേട്ടം, എനിക്ക് ഏറ്റവും ഇഷ്ടം പോയ എഴുതാനാണ്. പോയത്തിൻ്റെ കുറേ ബുക്സ് എഴുതി. പിന്നെ അതുകൂടാതെ ഫിലോസഫിക്കൽ തിങ്കിങ്ങിൻ്റെ ബുക്ക് എൻ്റെ പത്രത്തിലൂടെ എഴുതിയത് അത് വളരെ ഗുണകരമായിരുന്നു. ഓരോരുത്തരത് കട്ട് ചെയ്ത് നാട്ടിലും പല ആളുകൾക്കും അയച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുക്ക് വന്നു. പിന്നെ ചെറുകഥകളുണ്ട്, അല്ലാത്ത ആർട്ടിക്കിളുണ്ട് വേറെ.
അങ്ങനെ കുറേ. പിന്നെ ഞാൻ ഫിലിമിൽ പാട്ട് എഴുതുന്നുണ്ട്. ഫിലിം കിണറിലെ പാട്ടുമൊക്കെ അതിന് കല്ലറ ഗോപനൊക്കെ അവാർഡ് കിട്ടി. ഇപ്പോഴും പിള്ളേരിവിടെ എടുക്കുന്ന പടങ്ങൾ ശിൽസിച്ച് എഴുതിയാൽ മതി. അപ്പം ഞാനിപ്പോഴും എഴുത്താണ് എൻ്റെ പിന്നെ ബാക്കി പ്രവർത്തനങ്ങളും. ഈ അക്കാഫിലൂടെ ഒത്തിരി പ്രവർത്തനങ്ങൾ പുള്ളിക്കാരൻ്റെ ഒപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട്, സാറിനൊക്കെ അറിയാമോ എന്നറിയത്തില്ല, അവിടെ കുഞ്ഞുങ്ങൾ ഓരോ കുടുംബങ്ങളും ഞാൻ ഓർക്കുകയാണ്, ഓരോ കുടുംബങ്ങൾ ഇല്ലാതായിത്തീരുന്നു. അതായത് ആദ്യത്തെ കൊച്ച് ഡൈവോഴ്സ് ആവുന്നു, രണ്ടാമത്തെ കൊച്ച് അവൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല, ഒരു മോന് അവർക്ക് കുട്ടികളുണ്ടാവുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഉണ്ടല്ലോ ഫോൾസ് പ്രസ്റ്റീജ് കൊണ്ടാണ്. മനുഷ്യൻ നമ്മളിവിടെ ഒരു ശ്വാസത്തിന് തുല്യരാണ് മനുഷ്യർ. ഇത്രമാത്രം ഫോൾസ് പ്രസ്റ്റീജിൻ്റെ കാര്യം എന്താണ്? ഈ നല്ല ഒരു സൗഹൃദം, സത്യമായ സ്നേഹമാണ് ഇന്ന് ലോകത്തിന് വേണ്ടത്. സത്യമായ സ്നേഹം തേടിയാണ്. വെറുതെ ഫേക്കായിട്ട് നമ്മൾ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കാരും ഉണ്ടാവില്ല. നമുക്ക് സ്വന്തമായിട്ട് ആളുകൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തോടെ ജീവിക്കണം. സത്യമായ കർമ്മങ്ങൾ വേണം ഇവിടെ. എങ്കിലേ ഈ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ രക്ഷപ്പെടാൻ പോകുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ 42 രാജ്യങ്ങളോളം യാത്ര ചെയ്തു. ഇനിയിപ്പോൾ ദൈവം അനുവദിച്ച ഇപ്പോൾ ഏപ്രിലിൽ വീണ്ടും തുടങ്ങുക. കൊറോണ വന്നപ്പോൾ കുറച്ച് ഈ പോയ സ്ഥലങ്ങളിൽ മുഴുവൻ നമുക്ക് അവിടുന്ന് ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ലോകം കാണണം. മലയാളിയെ കണ്ടാൽ പോരാ, ഇന്ത്യ കണ്ടാൽ പോരാ, ലോകം കാണണം. നമ്മൾ ആ ലോകത്തിലെ സംസ്കാരങ്ങൾ നല്ലത് നോക്കി അന്യരിൽ നന്മ കാണാൻ, ആ നന്മ കണ്ട് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്കവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അന്യരിലുള്ള ദോഷങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും? നമ്മുടെ മനസ്സും നമ്മളും നശിച്ച് കീഴോട്ട് പോകത്തില്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും മാമിൻ്റെ പോയിന്റ്സ് ഒക്കെ വളരെ വാലിഡ് ആൻഡ് ക്ലിയർ ആണ്. ലോകം കാണണം, നമ്മൾ തന്നെ ഒരു ലോകത്തിനൊരു ഡിഫറൻസ് ആയിട്ട് മാറണം. നമുക്കിത് സമയത്തിൻ്റെ പരിമിതി മൂലം മാമിൻ്റെ ഒരു ഇൻസൈറ്റും കൂടെ പറയാം. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് ബിസിനസ്സിൻ്റെ കാര്യം ചോദിച്ചില്ലേ, നമ്മളുടെ നാട്ടിൽ ഇവിടെ ഗൾഫിലോട്ട് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു നല്ല നിലയിൽ എത്തിയിട്ടുള്ള എല്ലാ കുടുംബങ്ങളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ നാട്ടിൽ വലിയ വീടുണ്ടാക്കും, ആ വീട് അടച്ചിടും, നമ്മൾ ചെല്ലുന്ന കുറച്ച് മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ആ വീട്ടിൽ താമസിക്കും. ഞാൻ അതിൻ്റെ ഒരു കോൺട്രഡിക്റ്റ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ ചെയ്തു. ഞാൻ ഈ ട്രാവൽ ഏജൻസി ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ആയതുകൊണ്ട് നാട്ടിൽ വീട് വെച്ചു. അത് കുട്ടനാടാണ്. ഞാനൊരു കുട്ടനാടുകാരത്തിയാണ്, പുളിങ്ങുന്നകാരത്തിയാണ്. പുളിങ്ങുന്ന് പമ്പ നദിയുടെ തീരത്താണ്. എൻ്റെ ഒരു ആഗ്രഹം പോലൊരു വീട് വെച്ചു. കാരണം ഞാൻ വിചാരിച്ചു തിരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഹോം സ്റ്റേ നടത്തിയിട്ട് ഞങ്ങൾ ഹോസ്റ്റായിട്ടിരുന്നിട്ട് ഞങ്ങൾക്ക് നടത്താമല്ലോ എന്ന് വിചാരിച്ചു ചെയ്തതാണ്. പക്ഷേ അതുപോലെ തന്നെ ഞാനത് ചെയ്തു. വീടുണ്ടാക്കി ആ ഫെസിലിറ്റിയൊക്കെ വരത്തക്ക രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൂംസും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനേജേഴ്സും സ്റ്റാഫിനെയൊക്കെ വെച്ച് ട്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു ഹോം സ്റ്റേ. അതൊരു ബിസിനസ്സാണ് മോളെ. അതായത് നമ്മൾക്ക് ഒരു പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ല. നമ്മൾക്ക് വീട് വേണം, വീട് വെച്ചു. പക്ഷേ ആ വീട് അടച്ചിടാതെ ആ വീടിനെ ഒരു ബിസിനസ്സാക്കി. അപ്പോൾ ദാറ്റ് ഇസ് അനദർ വേ ഓഫ് ഡൂയിങ് ബിസിനസ്. അത് ഒരു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. So as a young business person, Sumaya, what is your insight on this? And we can have a closure. I got a lot of insights from both of them. Really? It's a brilliant idea. Build a home and make it homestay. I mean, that's really a good idea. That's it. I mean, there is nothing more to say. Okay. Yeah, as Mr. George asked about Sheila ma'am, this is Sheila ma'am's husband, and he runs most of the businesses here. He's a heavy networker. Oh, really? Yeah, and he is the chairperson of All Kerala Alumni, where I think they have more than 5,000 people. Okay. And he's 80,000 people, sorry. Okay, So great. it's a huge business network he's into. Okay. And first of all, you should thank her because she's taken care of him so well that, there is That's the power of us. We are Yeah. mother. Yeah. We can change the world. Isn't it? And she, even at night 1 or 2, I remember she works for it. And not only that, most of the businesses,
and concept business is run by them. It's called AAA. They Okay. also involved in many famous events like Kerala Premier League and all that. And I know Sheila ma'am used to work and be there even till night 3 o'clock. That is one kind of person she is. Wow. And related to you women in business, Business. it's a challenge completely. You all have said it is very easy, very simple, but I don't think it is simple until you come forward for it. Absolutely. Thank We you. agree to it because she's expertise in it. I know, Mr. 46 years on the same Yeah, chair. so we have to admit that. And a person with Guinness Book, it's a Record real honor. holder. So these are like the people, those who have reached a level, right? So Yeah. so thank you so much for your input as well. So I'm thanking all three of you, and it's our pleasure that it's my pleasure personally. Simida bhagathundum kuda oru nanni ariyikkuvaana. It feels so happy and proud to stand along with you guys. Thank you so much. Thank you so much, ladies. I think they need a big round of applause.